ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഹോസ്റ്റൽ എഡിഷൻ സ്റ്റഡി വ്ളോഗാണ്. ഓക്കെ, ഫുൾ സ്റ്റഡി വ്ളോഗാണെന്ന് പറഞ്ഞാൽ ആരും ഇനി ജഡ്ജ് ചെയ്യണം. ഇപ്പം എനിക്ക് പഠിക്കാനുള്ള നേരം, അതുകൊണ്ടാണ് ഞാനിപ്പം സ്റ്റഡി വ്ളോഗ് മാത്രം ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്ന് ഞാൻ കോളേജിൽ പോയിട്ടില്ല. ബിക്കോസ് എല്ലാ ഡേയും ഞാൻ കോളേജ് 2 ദിവസം അടുപ്പിച്ച് കോളേജിൽ പോയി. എല്ലാവരും ഓർക്കും ഞാൻ മാത്രം പോകുന്നുള്ളു. അതുകൊണ്ടല്ല, ഇന്ന് പിന്നെ നല്ല ഫുഡൊക്കെ കിട്ടുന്നത്. സോ ഞാനൊന്നും പോയില്ല. ഇന്ന് നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഹോസ്റ്റലിൽ പഠിക്കാം. ഹോസ്റ്റലിൽ ഇരുന്നാൽ പഠിക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഞാൻ ഓർത്തൊന്ന് ടെസ്റ്റ് ചെയ്യാം, ഹോസ്റ്റലിൽ ഇരുന്നാൽ പഠിക്കുമോ ഇല്ലെന്ന് എനിക്കറിയാം. എന്നാലും പക്ഷേ പഠിക്കാനുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും പഠിക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഫുള്ള് ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കാം. ഇന്നും ടാർഗറ്റ് 2 ചാപ്റ്റേഴ്സ്. ഓക്കെ, പിന്നെ ഞാൻ ടേബിളിൽ ഇരുന്നല്ല പഠിക്കുന്നത്, ഞാൻ എൻ്റെ ബെഡിൽ ഇരുന്നാണ് പഠിക്കുന്നത്. ബിക്കോസ് ഈ ടേബിൾ ഫുള്ള് സാധനങ്ങളാണ്. ഇതൊക്കെ മാറ്റി വരുമ്പോഴത്തേക്ക് എന്തായാലും ഒരു അരമണിക്കൂർ പോകും. സോ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നതാണ്, നേരെ പഠിക്കും. പക്ഷേ ബെഡിൽ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ തലക്കത്തുമെന്നാണ് അമ്മ പറയുന്നത്. എന്നാലും ബെഡിൽ ഇരുന്ന് എവിടെയാണെങ്കിലും പഠിച്ചാൽ പോയി. പഠിക്കാൻ മൈൻഡ് ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗൈസ്. ഇന്നും നമ്മൾ ന്യൂട്രീഷനാണ് പഠിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ഹോസ്റ്റലാകുമ്പോൾ അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടും ഉണ്ട്. ഇവരോടൊക്കെ മിണ്ടായിരിക്കും എനിക്ക് പറയാൻ പറ്റും. സോ നിങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് പഠിക്കാം. ഞാൻ എൻ്റെ ഈ സൈഡിലുള്ള ജനലൊക്കെ തുറന്നിട്ടു. ബിക്കോസ് ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഫാനൊന്നും ഇടാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് ചൂടൊക്കെ എടുക്കുന്നതുകൊണ്ട് ഫാൻ ഇട്ട് അത്രയും കാറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ജനൽ ഞാൻ തുറന്നിട്ടു. ജനൽ തുറക്കുമ്പോൾ ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ജനൽ തുറന്നിടുമ്പോൾ ഇങ്ങനെയാണ് ഇവിടെ കാണാം. ഞാൻ എൻ്റെ ഹാഫേ തുറന്നിട്ടുള്ളൂ. പറ്റത്തില്ല ഗൈസ്, എപ്പോൾ വേണമെങ്കിലും കുരങ്ങൻ വരും. ഇവിടെ പുള്ളിക്കാരൻ്റെ ശല്യമുണ്ട്. സോ നമുക്ക് പഠിക്കാം ഗൈസ്. കമോൺ, സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര സൗണ്ടൊക്കെ, എന്നാലും നമ്മൾ പഠിക്കും. ഞാൻ പഠിക്കുമ്പോൾ ഉള്ള എൻ്റെ ബുക്കിൻ്റെ കോലമാണിതൊക്കെ. അപ്പോൾ ഇങ്ങനെ വരച്ച് പഠിക്കുന്നതാണ് എനിക്കിഷ്ടം. സോ എൻ്റെ ബുക്കൊക്കെ ഇങ്ങനെ ഇരിക്കും. ഞാൻ എൻ്റെ റൂമിൽ നിന്ന് താഴെ കൗണ്ടറിൽ വന്നിരുന്ന് പഠിക്കാമെന്ന് വെച്ചു. അവിടെ ഭയങ്കര സൗണ്ടാണ്, അപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ താഴെ വന്നു. അപ്പോൾ നമ്മളിവിടെ നിന്നാണ് പഠിക്കുന്നത്. ഇവിടെ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. ഇവിടെ നിന്ന് ബാക്കി പഠിക്കാം ഗൈസ്. ഓക്കെ, ഞാൻ 1 പേജ് പഠിച്ചു. സ്റ്റിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 11:45 ആയി. 1 o'clock ലഞ്ച് ടൈമാണ്. അതിന് മുന്നേ നമുക്ക് പഠിച്ച് തീരണം. ചുമ്മാ കുറേ ടൈം വേസ്റ്റ് ആയിപ്പോയി. എക്സ്പെക്റ്റഡായിട്ട് എനിക്ക് കോളേജിൽ വരേണ്ടി വന്നു. പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റി കോളേജിൽ വന്നു. ഫോർ കളക്ടിങ് ദിസ് ലോഗ് ബുക്ക് എടുക്കാനായിട്ട് എനിക്ക് കോളേജിൽ വരണമായിരുന്നു. സോ ഞാൻ ഈ ഹോസ്റ്റലിൽ പോകാം. ബൈ ഗൈസ്. പിന്നെ എൻ്റെ ഹവേഴ്സ് പോയി. ഓക്കെ, ബൈ ഗൈസ്. അങ്ങനെ ഞാൻ തിരിച്ചു പോവുകയാണ്. ബുക്കൊക്കെ കിട്ടി. ഇന്നലെയൊക്കെ ഞാൻ അവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോഴെങ്കിലും അവർക്കൊന്ന് പറയായിരുന്നു ഇങ്ങനെ ഒരു ബുക്കുണ്ട്. കാര്യമില്ലല്ലോ. ഞാൻ കോളേജിൽ പോയിട്ട് നേരെ ഇങ്ങനെ റൂമിൽ പോകുന്നു. ബിക്കോസ് എന്താ കുളിക്കാനൊക്കെ തോന്നി. അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് എനിക്ക് പഠിക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു. അരമണിക്കൂർ അങ്ങ് പോയില്ല. അപ്പോൾ ഞാനിങ്ങനെ റൂമിൽ പോകുന്നു. എന്നിട്ട് പിന്നെ കുളിച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കണം ഇനി. അപ്പോൾ ഇന്നത്തെ പഠിത്തത്രേ ഉള്ളൂ കേസ്. ഇനി എനിക്ക് പഠിക്കാൻ വയ്യ. ഇനി നമുക്ക് വൈകുന്നേരം നോക്കാം. ഓക്കെ, കണ്ടോ, ഇതാണ് പ്രശ്നം. ഹോസ്റ്റലിൽ ഇരുന്നാണ് ഇതാണ് പ്രശ്നം. ഇപ്പം ഞാൻ കോളേജിലായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് പഠിച്ചേനെ. കണ്ടോ, നിങ്ങൾ പറ, ഞാൻ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കണം കോളേജിൽ നിന്ന് പഠിക്കണം? ഇതാണ് പ്രശ്നം.
ഓക്കെ ബൈ ഗൈസ്, നമുക്കിനിയും അടുത്ത സ്റ്റഡി വ്ലോഗിൽ കാണാം. ഇതോ ഇങ്ങനെ ഓക്കെ ബൈ ഗൈസ്, ടാറ്റ. ഇനി താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ.